എന്താണ് സിവിൽ സർവീസ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സിവിൽ സർവീസ് എന്താണെന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ അല്പം കൂടി ഡീറ്റെയിൽസ് എത്തിക്കാനാണ് ഞാൻ നോക്കുന്നത്. വാട്ട് ഈസ് സിവിൽ സർവീസ്? എന്താണ് സിവിൽ സർവീസ്? ആദ്യമായി മനസ്സിലാക്കണം, സിവിൽ സർവീസ് പരീക്ഷ എന്നത് 23 സർവീസുകളുടെ ഒരു സമഞ്ജസ സമ്മേളനമാണ്. കേരള IAS, IPS, IFS, IFOS ഒന്നുമല്ല. 23 സർവീസുകളുടെ ഒരു സമ്മേളനമാണ് സിവിൽ സർവീസ് എന്നുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ 312 വകുപ്പ് പ്രകാരം ഇതിൽ 3 അഖിലേന്ത്യാ സർവീസുകളുണ്ട്. 3 അഖിലേന്ത്യാ സർവീസുകൾ, ഓൾ ഇന്ത്യ സർവീസസ്. ഒന്ന്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. 2, ഇന്ത്യൻ പോലീസ് സർവീസ്. 3, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഫോറിൻ സർവീസ് ചെയ്യണമെങ്കിൽ ഒഴിവാക്കുക, കാരണം ഇന്ത്യക്കുള്ളതല്ലത്, ഇന്ത്യയിലെ സർവീസ് അല്ലത്, അത് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ളത്. അപ്പം ഇന്ത്യയിലെ 3 അഖിലേന്ത്യാ സർവീസുകൾ എന്ന് പറയുമ്പോൾ ഈ 3 ആണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS, ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെങ്കിൽ IPS, പിന്നെന്തുവാ IFOS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. 4ാമത് വരുന്ന, നമ്മൾ നല്ലൊരു വലിയ ആഗ്രഹത്തോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഫോറിൻ സർവീസ് ഇന്ത്യക്കുള്ളിലുള്ള സർവീസ് അല്ല എന്നതും കൂടെ മനസ്സിലാക്കുക. ഭരണഘടനയുടെ 312 പ്രകാരമാണ് ഈ സർവീസ് ഇന്നുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. IASന്റെ എല്ലാ സർവീസ് വ്യവസ്ഥകളും തീരുമാനങ്ങളും നിർണ്ണയിക്കുന്ന ഒരു കേഡർ നിയന്ത്രണ അതോറിറ്റിയുണ്ട്. കേഡർ നിയന്ത്രണ അതോറിറ്റി അതേതാണ്? കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം. കേന്ദ്രത്തിലെ പേഴ്സണൽ മന്ത്രാലയമാണ് IASന്റെ കേഡർ നിയന്ത്രണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ IAS സർവീസിന്റെ കുറിച്ചുള്ള തീരുമാനങ്ങളും അവരുടെ സേവന വേതന വ്യവസ്ഥകളും എല്ലാം തീരുമാനിക്കുന്നത് ഈ കേഡർ അതോറിറ്റിയാണ്, നിയന്ത്രണ അതോറിറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഓരോ സർവീസിനും അതിൻ്റെതായ കേഡർ നിയന്ത്രണ അതോറിറ്റി ഉണ്ടാവും. IASന് അതിൻ്റെതായ അതോറിറ്റി. IPSന്റെ കേഡർ നിയന്ത്രണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്, ഹോം മിനിസ്ട്രിയാണ് അത് നിയന്ത്രിക്കുന്നത്. അവരുടെ സേവനങ്ങളും അവരെക്കുറിച്ചുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. IFOS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ കേഡർ നിയന്ത്രണ അതോറിറ്റി കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയമാണ്. IFS ആകട്ടെ അതിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? നിങ്ങൾക്കറിയാവുന്ന പോലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസിന്റെ സർവീസുകളും അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളും എടുക്കാനുള്ള അതോറിറ്റി. ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്ന് കേട്ടിട്ടുണ്ടോ? എത്ര വേക്കൻസീസാ റെയിൽവേയിൽ. ഇന്ത്യൻ റെയിൽവേ സർവീസിന്റെ അതോറിറ്റി റെയിൽവേ ബോർഡാണ്. മിനിസ്ട്രി അല്ല, റെയിൽവേ ബോർഡാണ്. അപ്പം ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്. ഓരോ സർവീസിനും അതിൻ്റെതായ
കേഡർ നിയന്ത്രണ അതോറിറ്റി ഉണ്ട്. 23 സർവീസിനുണ്ട് അതിൻ്റെതായ കേഡർ നിയന്ത്രണ അതോറിറ്റി. ഇത് IAS എഴുതുന്ന കുട്ടികൾക്കൊക്കെ അത് മനസ്സിലാകേണ്ട ചില പ്രൈമറി കാര്യങ്ങളൊന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു 3 അഖിലേന്ത്യാ സർവീസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ? IAS, IPS, IFOS. ഇതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 3 ഘട്ടങ്ങളാണ്. ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന 3 ഘട്ടങ്ങളിലൂടെയാണ് പരീക്ഷ കടന്നു പോകുന്നത്. 1 പ്രിലിമിനറി, 2 മെയിൻ, 3 ഇൻ്റർവ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആട്ടെ, IAS എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഈ സർവീസുകൾ എഴുതുന്ന നിങ്ങൾക്ക് എത്ര വയസ്സ് വേണം? മിനിമം 21 വയസ്സ് മതി. 21 വയസ്സ് കഴിയണം. പക്ഷേ ഏത് വർഷമാണോ പരീക്ഷ എഴുതുന്നത് ആ വർഷത്തെ ഓഗസ്റ്റാണ് വയസ്സ് തീരുമാനിക്കുന്ന വർഷമായിട്ട് എടുക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ്, കട്ട് ഓഫ് മാർക്സ് ഓഗസ്റ്റ് മാസത്തിൽ 21 ആകണം. ഏത് വർഷമാണോ പരീക്ഷ എഴുതുന്നത് ആ വർഷത്തെ. ഇപ്പം 21 വയസ്സുണ്ടാകണം മിനിമം. അത് മാത്രമല്ല, എന്താ വിദ്യാഭ്യാസ യോഗ്യത? ഒരു ഡിഗ്രി മതി, വേറെ ഒന്നും വേണ്ട. അതല്ലേ രസം. നിങ്ങൾ പഠിച്ച ഏത് കോളേജാന്ന് നോക്കുന്നില്ല, ഏത് യൂണിവേഴ്സിറ്റിയാന്ന് നോക്കുന്നില്ല, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുന്നില്ല. അതല്ലേ ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത. വളരെ ഓപ്പണായത്. ഒരു ബേസിക് ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന പശ്ചാത്തലം പോലും നോക്കില്ല. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു, ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നു ഒന്നും നോക്കില്ല. അതുകൊണ്ട് ഒരു ബേസിക് ഡിഗ്രി വേണം, 21 വയസ്സ് വേണം. പിന്നെ മാക്സിമം എത്ര വരെയാകാം? 32 വയസ്സ് വരെ എഴുതാം. ജനറലായിട്ട് 32 വയസ്സ് വരെ മാക്സിമം ലിമിറ്റ് ആണെങ്കിൽ അത് ജനറലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് SC, ST അങ്ങനെ പോകുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവർക്കൊക്കെ വയസ്സിൽ ഇളവുണ്ട്. കുറച്ചുകൂടെ വലിയ ലിമിറ്റ് അവർക്ക് വരും. ഇന്ന് ആളുകളെ സിവിൽ സർവീസിൽ വിശ്വസിക്കുന്നു. എന്താണ് കാരണം? UPSCയുടെ ക്രെഡിബിലിറ്റിയാ അത് കാരണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള വിശ്വാസ്യതയാണ് വലുത്. കുറ്റമറ്റ പരീക്ഷയാണ് UPSC നടത്തുന്നത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ആരോപണവും സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് വരാത്തത്. ആരോപണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലയിടത്തൊക്കെ അനോമലീസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജനറലായിട്ട് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് ആളുകൾക്ക് വലിയ വിശ്വാസമാണ്, ക്രെഡിബിലിറ്റി ഉണ്ട്. UPSCയുടെ ക്രെഡിബിലിറ്റി. അതുകൊണ്ട് നിങ്ങൾ ഈ സർവീസിനെ കുറിച്ച് പഠിക്കുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകേണ്ടത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. ലക്ഷക്കണക്കിന്. ഈ വർഷം 16 ലക്ഷം ആളുകളാണ് എഴുതിയത്. ചിലപ്പോൾ 17, 18 ഇതുമൊക്കെ ആകും. ഈ വർഷം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 1000 പേരുടെ റാങ്ക് ലിസ്റ്റാണ്. 16 ലക്ഷം പേര് എഴുതിയപ്പോൾ കടന്നുകൂടിയത് 1000 പേര്. അപ്പം ഇത് സെലക്ഷൻ അല്ലേ, റിജക്ഷനാണ്. ദിസ് എക്സാം ഈസ് നോട്ട് എ സെലക്ഷൻ പ്രോസസ് ബട്ട് എ റിജക്ഷൻ പ്രോസസ് എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട്. കുറേയേറെ പേരെ ഒഴിവാക്കുകയാണ്, ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കുകയാണ്. 1000 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ 1000 പേരിൽ നിന്നാണ് ആ വർഷത്തെ ട്രെയിനിങ് ആരംഭിക്കുന്നത്. 2 വർഷത്തെ ട്രെയിനിങ്ങാണ്. അത് കഠിനമായ ട്രെയിനിങ്ങാണ്. ഈ ചേരുന്ന ആളല്ല 2 വർഷം പുറത്തിറങ്ങി വരുന്നത്. ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ് വരാൻ പോകുന്നത്. അത്ര കഠിനമായ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത് 2 വർഷത്തെ. അപ്പോൾ കഠിനമായ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ഇവരെ രാജ്യത്തിൻ്റെ പ്രായോഗികമായ ഭാഗതയെ നിർണ്ണയിക്കുക.
ഇവരാണ് ഭരണചക്രം തിരിക്കുന്നത്. മെഷീനറി അവളയില്ല. നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു നോവലുണ്ട് യന്ത്രം, വായിച്ചത് മനസ്സിലാകും. അധികം IAS ഓഫീസറായിരുന്നു. സ്വന്തം അനുഭവത്തിൽ എഴുതിയതാ. ഭരണ യന്ത്രം വർക്ക് ചെയ്യിക്കുന്നവരാണ് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്ത് ഒന്നുകൂടെ മെച്ചപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച് ഉണ്ടാക്കാം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ട നിങ്ങൾക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തും.